ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സി പി സുരേഷ് വേൾഡ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വന്നിരിക്കുന്നത് ക്യാപ്സിക്കവും ഉരുളക്കിഴങ്ങും വെച്ചിട്ടുള്ള ഒരു മസാലക്കറിയാണ്. നല്ല ടേസ്റ്റി ആയ ഒരു കറിയാണിത്. എന്നാൽ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. വരുമോ, വീഡിയോയിലേക്ക് പോകാം. ഇതിനായി ഞാൻ 2 ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അത് കട്ട് ചെയ്ത് കൊണ്ടുവരാം. ഞാൻ ക്യാപ്സിക്കം ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് ഇത് ഉണ്ടാക്കാനായി ഒരു തവ സ്റ്റൗ మీద ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഈ ക്യാപ്സിക്കം ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കണം. ഈ ഫുൾ ഫ്ലെയിമിൽ തന്നെ വെക്കാം. നമുക്ക് ഇതൊന്ന് വാട്ടിയെടുക്കണം. ക്യാപ്സിക്കം ഇവിടെ വാട്ടിയെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. പിന്നീട് അതേ പാൻ തന്നെ സ്റ്റൗ మీద വെച്ച് ഒന്ന് തീ കത്തിച്ചെടുക്കാം. അതിലേക്ക് കുറച്ച് എണ്ണ അതിൻ്റെ മുകളിലുണ്ട്. അതിലേക്ക് കടലയാണ്, 2 ടേബിൾ സ്പൂൺ കടല ഇട്ട് കൊടുക്കാം. ഈ കടലയൊന്ന് റോസ്റ്റായി വരുമ്പോൾ അതിലേക്ക് 4 കായ്മുളക് ഇട്ട് കൊടുക്കാം. ഒരു 5-10 കുരുമുളകാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. ഒരു 3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. പിന്നീട് 1.5 കഷ്ണം തക്കാളിയാണ്, 1 അരയും തക്കാളി അതുകൂടി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഒന്ന് വാട്ടിയെടുക്കാം. പിന്നീട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങയാണ്, അതുകൂടി ഇട്ട് കൊടുത്തൊന്ന് വാട്ടിക്കൊടുക്കാം. ഇത് റോസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കതിന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചു കൊണ്ടുവരണം. ഇത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാപ്സിക്കവും ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ക്യാപ്സിക്കവും ഉരുളക്കിഴങ്ങും വെച്ചിട്ടുള്ള മസാലക്കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിനായി ഒരു പാൻ സ്റ്റൗ మీద ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നിങ്ങൾ കാണുന്നുണ്ടോ എന്നറിയില്ല, ഒരു ചെറിയൊരു സ്റ്റിക്ക് പട്ടയാണ്, 1 ഏലക്കായ, 2 ഗ്രാമ്പൂ, ഒരു സാജീരകമാണ്. മസാല നമ്മൾ ഇറച്ചിയിലൊക്കെ ചേർക്കുന്നതാണ്, ചെറിയൊരു ജീരകമാണ് സാജീരകം. അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഒരു വലിയ ഉള്ളി അത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്, ഉള്ളി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി വഴറ്റാൻ ആവശ്യമായ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 3 അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ചതച്ചതാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. പിന്നെ 2 പച്ചമുളക് അതിട്ട് കൊടുക്കാം. കറിവേപ്പില അതുകൂടി ഇട്ട് കൊടുത്തൊന്ന് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി ഇവിടെ വാടി വന്നിട്ടുണ്ട്. നമുക്കിനി പൊടികൾ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയാണ്, 1 ടീസ്പൂൺ മഞ്ഞൾ പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും, 1 ടീസ്പൂൺ അല്ല 1 ടേബിൾ സ്പൂണാണ്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നീട് ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ്, അത്രയും മതി. പിന്നീട് നമുക്ക് അരച്ച് വെച്ച കടലയുടെയും തേങ്ങയുടെയും പേസ്റ്റ് ഉണ്ടല്ലോ, അതുകൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തൊന്ന് വാട്ടി കൊടുക്കാം. ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് വാട്ടി വെച്ച ക്യാപ്സിക്കം നമുക്കിട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു ഉരുളക്കിഴങ്ങ് ഞാൻ ഉപ്പിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. ഇതിനാവശ്യമായ 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. എല്ലാം കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്കത് ഒരു 2 മിനിറ്റ് മൂടിയിട്ട് വേവിച്ചെടുക്കാം.
മൂടി തുറന്ന് നോക്കാം. നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ള ക്യാപ്സിക്കം ഉരുളക്കിഴങ്ങ് കറി ഇവിടെ റെഡിയാണ്. പിന്നെ ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില തൂവി കൊടുത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നാൽ ഞാനിതൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാപ്സിക്കം ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള കറിയാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. കമൻറ്റും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.